ഇന്നലെ ബി ഹോട്ടലിൽ ഗസ്റ്റായിട്ട് വന്ന സാബുമോൻ കുടുംബാംഗങ്ങളിൽ പലരോടും അവിടെയുള്ള പല രഹസ്യങ്ങളും ചോദിച്ചറിയുകയാണ്. സാബുമോൻ്റെ പ്രധാന ലക്ഷ്യം പവർ ടീം പൊളിച്ചടുക്കി കൊടുക്കുക എന്നതാണ്. ഇന്നലെ തന്നെ നോറയെ ലക്ഷ്യമാക്കി സാബുമോൻ നടത്തിയ ആദ്യ പരിശ്രമം നിർഭാഗ്യവശാൽ പരാജയപ്പെട്ടിരുന്നു. ബിഗ് ബോസിൻ്റെ സമ്മതപ്രകാരം എൻ്റർടൈൻമെൻറ്റ് ടീമിനെ വെച്ച് സാബു പവർ ടീമിനെതിരെ ഒരു പ്രാങ്ക് നടത്തിയിരുന്നു. സാബുമോൻ നോറയ്ക്കൊരു കൊട്ടുകൊടുക്കാൻ വേണ്ടിയാണ് ഈ പ്രാങ്ക് നടത്തിയത്. പക്ഷേ അതിൽ ഇരയായി വീണത് ഋഷിയായിരുന്നു. ഋഷി പ്രൊവോക്കായതുകൊണ്ട് ഈ പ്രാങ്ക് നല്ല രീതിയിൽ തന്നെ വിജയിച്ചു. ഈ പ്രാങ്കിന് ശേഷം സാബുമോൻ ഓരോരുത്തരെയും വിളിച്ചിരുത്തി പവർ റൂമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. സാബുമോൻ്റെ ഉദ്ദേശം പവർ ടീമിലുള്ളവരെ അടിച്ചു പിരിക്കുക എന്നതാണെന്ന് പവർ ടീമിന് മനസ്സിലായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയ പവർ ടീം ഒരു രഹസ്യ യോഗം നടത്തിയിരുന്നു. ആ യോഗത്തിൽ അവരെടുത്ത തീരുമാനം ഇതാണ്: നമ്മളെ പൊളിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഉദ്ദേശം. അതുകൊണ്ട് നമ്മൾക്കിടയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല. നമുക്കിടയിലെ ഐക്യത്തെ ഇല്ലാതാക്കി പവർ ടീമിനെ ദുർബലപ്പെടുത്തുക എന്നതാണ് അയാളുടെ പ്രധാന ഉദ്ദേശമെന്ന് അതുകൊണ്ട് നമ്മളെപ്പോഴും അലേർട്ടായിരിക്കണം. ഒരു മേഖലയിലും വീണുപോകാൻ പാടില്ല എന്ന് അവർ തീരുമാനമെടുക്കുന്നുണ്ട്. ഈ ആഴ്ചത്തെ പവർ ടീമിലുള്ളവർക്ക് അവിടെയുള്ള മിക്ക ആൾക്കാരോടും നല്ല കലിപ്പാണ്. അതുകൊണ്ട് ഇന്നലെ രാത്രി അൻസിബ പറയുന്നുണ്ട്, നമ്മൾക്ക് ഈ പവർ അധികാരം ലഭിച്ചത് മറ്റുള്ളവരെ ഭരിക്കാനാണ്. നല്ല രീതിയിൽ ഭരിക്കുക, മുഖം നോക്കാതെ ആക്ഷൻ എടുക്കുക, കഠിനമായ നടപടികളിൽ കൂടെ തന്നെ നമ്മൾക്ക് മുന്നോട്ട് പോകാം. എന്തായാലും നമ്മൾ ഒരു ദിവസം പവർ ടീമിൽ നിന്നും പുറത്താകും. പുറത്തിറങ്ങുന്ന സമയത്ത് അവരെല്ലാവരും കൂടി നമ്മളെ കൂട്ടത്തോടെ ആക്രമിക്കും, നമ്മളെ വലിച്ചു കീറും, അത് ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഈ അവസരം എന്തുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ? അവർക്കെതിരെ ആഞ്ഞടിച്ചേ മതിയാവൂ.